അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു വാടക കെട്ടിടത്തിലാണെങ്കിലും ഇവിടുത്തെ പാർട്ടി ബ്രാഞ്ചിന് ഒരു ആസ്ഥാനം യാഥാർത്ഥ്യമാവുകയാണ്. അതാവട്ടെ വളരെ ആവേശകരമായ ഒരു തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷവുമാണ്. അതിന്റെ സംതൃപ്തിയും ആഹ്ലാദവും എല്ലാവരുടെയും മുഖങ്ങളിൽ കാണാനുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് വിജയം വരാൻ പോകുന്ന കൂടുതൽ കരുത്തുറ്റ ഇടതുപക്ഷ വിജയത്തിന്റെ മുന്നോടിയാണ് എന്ന് ഈ നാട് ശരിയായി തിരിച്ചറിയുന്നുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ബ്രാഞ്ച് ഓഫീസ് നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടേതായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിനും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേദിയായി മാറും. എല്ലാവർക്കും കടന്നു വരാവുന്ന ഒരു ജനസേവന കേന്ദ്രമായി നമ്മുടെ ഓഫീസ് പ്രവർത്തിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് നമ്മൾ ആരംഭിക്കുന്നതെങ്കിലും വൈകാതെ ഇവിടുത്തെ പാർട്ടി ബ്രാഞ്ചിന് സ്വന്തമായി ഒരു ഓഫീസ് കണ്ടെത്തുന്നതിന് സ്ഥാപിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ തുടക്കം കുറിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിലെമ്പാടും നമ്മുടെ പാർട്ടിക്ക് മിക്കയിടത്തും സ്വന്തമായ ഓഫീസുകളോ അല്ലാത്തയിടത്ത് താൽക്കാലികമായ ഓഫീസുകളോ ഇപ്പോൾ ഉണ്ട്. ഞാൻ ഓർക്കുന്നു, കുറെ വർഷങ്ങൾക്ക് മുൻപ് മാതൃഭൂമി ദിനപത്രം നമുക്കെതിരായ വൻപിച്ച പ്രചാരവേല നടന്നു വരുന്ന ഒരു ഘട്ടത്തിൽ മാതൃഭൂമിയും മനോരമയും ഒക്കെ അങ്ങനെയാണ്. ചില സമയത്ത് കുറച്ച് ദിവസങ്ങളുടെ ഇടവേളകളൊക്കെ കൊടുക്കുമെന്നല്ലാതെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയ്ക്ക് ഒരു നീണ്ട ഇടവേള പോലും കൊടുക്കാറില്ല. ഇപ്പൊ ഈ ദിവസങ്ങളിലെ മലയാള മനോരമ ഉൾപ്പെടെയുള്ള മുഖ്യധാരാ പത്രങ്ങൾ കണ്ടാൽ നമുക്കത് മനസ്സിലാക്കും. അപ്പൊ അങ്ങനെ നമുക്കെതിരായ നിരന്തര പ്രചാരവേലയുടെ ഒരു ഘട്ടത്തിൽ മാതൃഭൂമി ദിനപത്രത്തിൽ ഒരു ലേഖന പരമ്പര പ്രസിദ്ധീകരിച്ചു. കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിന്നതായിരുന്നു ആ ലേഖന പരമ്പര. ആ ലേഖന പരമ്പരയുടെ പേര് ചെങ്കൊടിക്കു പിന്നിൽ കുമിഞ്ഞുകൂടുന്ന മൂലധനം എന്നായിരുന്നു. അതാരാണ് ലേഖകൻ എന്ന് ഞാനിപ്പോ ഓർമ്മിക്കുന്നില്ല. ആ ലേഖന പരമ്പരയിൽ ഓരോ ദിവസവും അവർ പരാമർശിച്ച വിഷയം കേരളത്തിലെമ്പാടുമുള്ള പാർട്ടിയുടെ സ്വത്തുവകകളെ സംബന്ധിച്ചായിരുന്നു. ഓരോ ജില്ലയിൽ, ഇപ്പൊ മലപ്പുറമാണെങ്കിൽ ആ ജില്ലയിൽ ഇത്ര ഏരിയ കമ്മിറ്റി ഓഫീസുകൾ, ഇത്ര ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾ, ഇത്ര ബ്രാഞ്ച് ഓഫീസുകൾ, അങ്ങനെയുള്ള ഓഫീസുകളുടെ ഒരു കണക്കെടുപ്പ്, അതിന്റെ ആസ്തി എത്ര വരും എന്നതിനെ സംബന്ധിച്ച് മാർക്കറ്റ് വില കണക്കാക്കാൻ ഇങ്ങനെ ഇത്ര കോടി രൂപയുടെ ആസ്തി CPM-നുണ്ട് എന്നതിനൊക്കെ അതൊക്കെ വാസ്തവമാണ്. പക്ഷെ അതെഴുതിയ ലേഖകന് മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഒരു കാര്യം, ഈ ആസ്തികളെല്ലാം CPIM-ന് കൈവരുന്നത് എങ്ങനെയാണ്? അത് വൻപിച്ച ബഹുജന പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ്. ഇവർ കണക്ക് കൂട്ടുന്ന ചുരുക്കം ചില കോടികളും കെട്ടിടങ്ങളും അത് നിൽക്കുന്ന ഭൂമിയും മാത്രമല്ല, ആ ആസ്തിയേക്കാൾ എത്രയോ അധികമാണ് സ്വന്തം ജീവൻ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് കരുതി ഈ ചെമ്പതാകയുടെ കീഴിൽ അണിനിരന്നിട്ടുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യർ. അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ശക്തി, അതാണ് സമ്പത്ത്. ജീവിത സായാഹ്നത്തിൽ പോലും ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഓരോ സൂക്ഷ്മചലനങ്ങളിലും സദാ ജാഗരൂകരായി വർഗശത്രുക്കളുടെ മുൻപിൽ സ്വന്തമെന്ന വാക്കുമറന്ന് പൊരുതി നിൽക്കുന്ന ദശലക്ഷക്കണക്കിന് വരുന്ന പോരാളികൾ, സഖാക്കൾ, അനുഭാവികൾ, അവരാണ് ഈ മഹാപ്രസ്ഥാനത്തിന്റെ കരുത്ത്, ശക്തി, സമ്പത്ത്. ആ സമ്പത്തിന്റെ മീതയല്ല ഒരു ഭൗതികമായ സ്വത്തും. ആ സമ്പത്തുള്ളിടത്തോളം, കേരളത്തിലെ ജനലക്ഷങ്ങളുടെ പിന്തുണയുള്ളിടത്തോളം ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിസ്വാർത്ഥരായി പ്രവർത്തിക്കുന്ന ദശലക്ഷക്കണക്കിന് സാധാരണ സഖാക്കൾ ഉള്ളിടത്തോളം ഈ പ്രസ്ഥാനം എവിടെയും മുട്ടുമടക്കില്ല, എവിടെയും ശിരസ് കുനിക്കുകയുമില്ല. നാടിന്റെ ഉത്തമ താല്പര്യങ്ങളെ മുൻനിർത്തി, നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമത്തെ മുൻനിർത്തി നാം പ്രവർത്തിച്ച് മുൻപോട്ട് പോവുക തന്നെ ചെയ്യും. നാം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളുടെ ശരിയാണ്, അതിന്റെ സുതാര്യതയാണ് ഈ മഹാപ്രസ്ഥാനത്തെ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പ്രിയപ്പെട്ട പ്രസ്ഥാനമാക്കി മാറ്റി.
മാറ്റി. അവർ നമ്മുടെ പ്രസ്ഥാനത്തിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. വിശ്വാസം അർപ്പിക്കാൻ കൊള്ളാവുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്, പ്രത്യയശാസ്ത്രമാണ് നമ്മുടെ എന്നതുകൊണ്ടാണ് വളരെ സങ്കീർണമായ ചില സാഹചര്യങ്ങളിൽ നമുക്ക് തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. ആ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളെ നേരിടുന്ന ഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന തെറ്റിദ്ധാരണകൾ തിരുത്താൻ, ശരിയായ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ അവരെ ബോധ്യപ്പെടുത്താൻ നമ്മളെപ്പോഴും ആ പരാജയത്തെ തുടർന്ന് പരിശ്രമിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് പരാജയം ഉണ്ടായത് എന്ന് പരിശോധിക്കാറുണ്ട്. നമുക്കെന്തെങ്കിലും പിശക് സംഭവിച്ചാൽ ഒരു ദുരഭിമാനവും ഇല്ലാതെ അത് നമ്മൾ തിരുത്താറുണ്ട്. അതുകൊണ്ടാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വലിയൊരു പരാജയത്തിന്റെ ചൂടാറുന്നതിന് മുൻപ് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും നമ്മൾ ജയിച്ചു. നിങ്ങൾ നോക്കൂ, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കഥ കഴിഞ്ഞു എന്ന് കരുതിയവരുണ്ട്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് കഴിയുന്ന കഥയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഥ. അതൊരു തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട് അടുത്ത വിജയത്തിലേക്ക് കടന്നു വരുന്നതാണ് നമ്മുടെ നിലവിലുള്ള ചരിത്രം. അത് കഴിഞ്ഞാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ പാലയിൽ ആദ്യമായി നമ്മൾ ജയിച്ചു. ഇപ്പൊ കേരള കോൺഗ്രസ് നമ്മുടെ കൂടെയാണ്, അന്ന് നമ്മുടെ കൂടെ അല്ല. എന്നിട്ടും പാലയിൽ ആദ്യമായി ജയിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നമ്മൾ അവിടെ ജയിച്ചു. കോന്നി ഒരു 4 നൂറ്റാണ്ടായി കോൺഗ്രസ് ജയിക്കുന്ന മണ്ഡലമായി, അവിടെ നമ്മൾ ജയിച്ചു. വട്ടിയൂർക്കാവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ 3ാം സ്ഥാനത്താണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമ്മൾ 3ാം സ്ഥാനത്താണ്. അവിടെ കണ്ണഞ്ചിപ്പിക്കുന്ന ഭൂരിപക്ഷത്തോടെ നമ്മൾ ജയിച്ചു. ഒരു പരാജയത്തിൽ നിന്ന് മഹത്തായ ഒരു വിജയത്തിലേക്ക് തിരിച്ചു വരാൻ ദിവസങ്ങൾ മാത്രമേ നമുക്ക് വേണ്ടി വന്നു. അത് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ വളഞ്ഞിട്ടാക്രമിച്ച ഒരു ഘട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നു. സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുമ്പോൾ കേന്ദ്ര രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് ബി ജെ പിയുമായി കൈകോർത്ത കേരളത്തിൽ കോൺഗ്രസ്. അവരോടൊപ്പം ഒരു വിഭാഗം മാധ്യമങ്ങൾ. എത്ര വലിയ ആക്രമണത്തെയാണ് നമ്മൾ നേരിട്ടത്. ഈ മന്ത്രിസഭയിലെ പ്രിയങ്കരനായ മന്ത്രി KT ജലീലിനെ ചോദ്യം ചെയ്തു. എത്ര ദിവസമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ആ വാർത്ത ആഘോഷിച്ചത്? കുരുക്കു മുറുകി എല്ലാ ദിവസവും മനസ്സിൽ ഹെഡിങ് ആയില്ല. കുരുക്കു മുറുകി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജീവൻ പോകുന്നതാണ് അർത്ഥം. ഏതെല്ലാം ആലങ്കാരികമായ പ്രയോഗങ്ങൾ ഇതിനിടയിൽ പറയും. മുഖ്യമന്ത്രിയിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്, ഓരോ മന്ത്രിമാരിലേക്ക്, ഈ ഗവൺമെന്റിലേക്ക് ആകെ സംശയത്തിന്റെ ഒരു നിഴൽ പടർത്താൻ, ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ വളരെ ആസൂത്രിതമായ നീക്കമാണ് നടന്നത്. വളരെ ആസൂത്രിതമായ നീക്കമാണ്. ഞാനിപ്പോ അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും കടന്നു പോകുന്നു. പക്ഷേ ആ സംഘടിത ആക്രമണത്തിന്റെ മുൻപിൽ ഒരിഞ്ച് പതറാതെ നാം സമ്പൂർണമായി ശരിയാണെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ മുൻപാകെ ശരിയായ കാര്യങ്ങൾ വിശദീകരിച്ച് ഈ നെറികേടുകളെ തുറന്നു കാണിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ കള്ളപ്രചാരവേല നടത്തിയവർക്ക് എത്ര വലിയ തിരിച്ചടിയാണ് കിട്ടിയത്. കേരളത്തിലെ സമീപകാല തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ വിജയം നമുക്കുണ്ടായി. ഏറ്റവും ആവേശകരമായ വിജയം ജില്ലാ പഞ്ചായത്തുകളിൽ 90-ലെ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും വലിയ വിജയമാണ് ജില്ലാ പഞ്ചായത്തുകളുണ്ടായത്. 11 വിജയിച്ചു എന്ന് പറയുമ്പോൾ വയനാട്ടിൽ 30 പോയി. നറുക്കെടുപ്പ് നടത്തിയതോടെ നറുക്കെടുപ്പിലാണ് UDF ജയിച്ചത്. നറുക്കെടുപ്പിൽ ഇത്തവണ കുറെ സ്ഥലത്ത് UDF ജയിച്ചു. ഇപ്പൊ കോൺഗ്രസ് പുതിയ പ്രമേയം പാസ്സാക്കാൻ നിൽക്കുകയാണ്. ഇനി തെരഞ്ഞെടുപ്പ് വേണ്ട, ഒരു നറുക്കെടുപ്പ് നടത്തിയാൽ മതി. അതിലാണ് കുറെ ഇടത്ത് ജയിച്ചു വരുന്നത്. തെരഞ്ഞെടുപ്പ് നടത്തുകൊണ്ടൊക്കെ കാര്യം പോക്കാണ്. വൻപിച്ചൊരു വിജയം നമുക്ക് ലഭിച്ചു. ആ വിജയം നേടിയത് എന്തുകൊണ്ടാണ്? ചില ആളുകൾ പറയുന്നത് കിറ്റ് കൊടുത്തപ്പോൾ കിട്ടിയ വിജയമാണ്. കിറ്റ് കൊടുത്തത് കൊണ്ട് മാത്രമല്ല, കിറ്റ് കൊടുത്തതിന്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. എന്താണ് രാഷ്ട്രീയം? 4 വോട്ട് കിട്ടുന്നുള്ള രാഷ്ട്രീയമൊന്നുമല്ല. ഏത് ഘട്ടത്തിലാണ് കിറ്റ് കൊടുത്തത്? കോവിഡ് പടർന്നു പിടിക്കുക,
ഇപ്പോഴും കോവിഡ് നമ്മുടെ ഇടയിൽ വളരെ ഗൗരവമായി നിൽക്കുന്നുണ്ട്. പക്ഷേ മരണസംഖ്യ കേരളത്തിലാണ് പിടിച്ചു നിർത്താൻ കഴിയുന്നത്. നമ്മുടെ തമിഴ്നാട്ടിൽ 12,000 പേര് മരിച്ചു, കർണാടകയിലും അത്രയും പേര് മരിച്ചു, മഹാരാഷ്ട്രയിൽ 50,000-ലധികം പേർ മരിച്ചു. ഇവിടെ മരണസംഖ്യ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയുന്നു. അതെന്തുകൊണ്ടാണ് കഴിയുന്നത്? ഇവിടെ താഴേക്കൂടെ ഒരാൾക്ക് പോസിറ്റീവായാൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച നേരെ ആശുപത്രിയിലേക്ക് പോകും. ജീവൻ നിലനിർത്തുന്നതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ആരോഗ്യം തിരിച്ചു കിട്ടി അസുഖം മാറിയാൽ തിരികെ വീട്ടിലെത്തി നയാ പൈസ കൊടുക്കണം. സമ്പൂർണമായും സൗജന്യമാണ് ചികിത്സ. ഇതിവിടെ മാത്രമേ ഉള്ളൂ. ഈ മെച്ചപ്പെട്ട ചികിത്സയും പരിപാലനവും രോഗീ പരിചരണവും അതുകൊണ്ടൊക്കെ നമുക്ക് ഈ മരണസംഖ്യ പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ കോവിഡ് പ്രതിസന്ധി മൂലം ജോലി നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. വരുമാനം കുറഞ്ഞവർ, കൂലി കുറഞ്ഞു. ഇപ്പൊ ഇവിടെ താഴെക്കൂടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകളോട് നമ്മൾ ചോദിച്ചു, ഈ പ്രതിസന്ധി വന്നതിന് ശേഷം യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞു, അവരുടെ വരുമാനം കുറഞ്ഞു. കടകളിൽ ജോലി ചെയ്യുന്നു, വരുമാനം കുറഞ്ഞു. മുമ്പ് 4 പേർ ജോലി ചെയ്ത കടകളിൽ ഇപ്പൊ 3 പേരുണ്ടാവും, ഒരാളുടെ പണി പോയി. ഇങ്ങനെ ജോലിയും കൂലിയും നഷ്ടപ്പെടുന്നു. സ്വാഭാവികമായും പട്ടിണിയിലേക്ക് പോകും. പട്ടിണി കിടന്ന് മനുഷ്യർ മരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ കുടുംബങ്ങളിൽ പട്ടിണി ഉണ്ടായിക്കൂടാ. അതുകൊണ്ടാണ് സർക്കാർ തീരുമാനിച്ചത് എല്ലാ മാസവും സൗജന്യമായി ഭക്ഷ്യധാന്യ കിറ്റ് കൊടുക്കണം. അതൊരു കാഴ്ചപ്പാടാണ്. ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോൾ ഒരൊറ്റ കുടുംബം പോലും പട്ടിണി കിടക്കരുത്, അതാണ് കാഴ്ചപ്പാട്. ഇന്ത്യയിൽ മറ്റെവിടെയും ഇതില്ല. ഇന്ത്യയിൽ മറ്റെവിടെയും ഈ സൗജന്യ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഉത്തരം ലളിതമാണ്. ഇന്ത്യയിൽ മറ്റെവിടെയും ഇടതുപക്ഷം ഭരിക്കുന്നില്ല, അതാണ് ഉത്തരം. ഇതാണ് ഇടതുപക്ഷവും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. ഒരാളെങ്കിൽ ഒരാൾ, ആ ഒരാളുടെ പട്ടിണി അതിന് അറുതി വരുത്തേണ്ടതാണ് എന്ന് ചിന്തിക്കാൻ കഴിയുക ഇടതുപക്ഷ രാഷ്ട്രീയത്തിനാണ്. ഏതെങ്കിലും ഒരാൾ പട്ടിണി കിടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന വേദനയുടെ പേരാണ് ഇടതുപക്ഷ രാഷ്ട്രീയം. മറ്റുള്ളവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം ആ മനുഷ്യപ്പറ്റിന്റെ, മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്തമായ ഭാവമാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനുള്ളത് എന്നതുകൊണ്ടാണ്. ആ നടപടി ഇപ്പോഴും തുടരുകയല്ല. അതിൽ APL, BPL, മഞ്ഞക്കാരുടെ, ചുവന്നക്കാരുടെ, നീലക്കാരുടെ വ്യത്യാസങ്ങളില്ല. എല്ലാ കുടുംബങ്ങൾക്കും സൗജന്യമായ ഭക്ഷ്യധാന്യ കിറ്റ് കൊടുക്കും. ആ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണത്തെ എത്ര മോശമായിട്ടാണ് BJP-യും കോൺഗ്രസും ലീഗും ഒക്കെ ആക്ഷേപിക്കുന്നത്. BJP-യുടെ പ്രചാരവേല എന്താണ്? അത് സംഘടിതമായ പ്രചാരവേല. ഇത് പ്രധാനമന്ത്രിയുടെ കിറ്റാണ് എന്നാണ് പറയുന്നത്. ഏത്? റേഷൻ കടകൾ വഴി ഇപ്പൊ മാസം തോറും കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും കൊടുക്കുന്ന കിറ്റ് പ്രധാനമന്ത്രിയുടെ ആണെന്നാണ് പറയുന്നത്. ഇപ്പൊ അതൊരു പുതിയ ശൈലിയായി മാറിയിട്ടുണ്ട്. എന്ത് വികസന പ്രവർത്തനം നാട്ടിൽ നടന്നാലും അപ്പൊ പറയും അത് കേന്ദ്രത്തിന്റേതാണ്, അത് പ്രധാനമന്ത്രിയുടേതാണ്. ഇപ്പൊ റോഡിലൂടെ നല്ല ആരോഗ്യമുള്ള ഒരു നായ നടന്നു പോകുന്നുണ്ടെങ്കിൽ BJP-കാരെ കണ്ടാൽ പറയും ഇത് പ്രധാനമന്ത്രിയുടെ നായയാണ്, കേരളത്തിന്റെ നായല്ല എന്ന് പറയും. ഇതാണ് രീതി. പക്ഷെ കേരളത്തിൽ മാത്രമേ ഈ കിറ്റുള്ളൂ. പ്രധാനമന്ത്രിയുടെ സ്വന്തം നാടായ ഗുജറാത്തിൽ ഈ കിറ്റ് വിതരണം ഇല്ല. യെദിയൂരപ്പയുടെ കർണാടകയിൽ കിറ്റ് വിതരണം ഇല്ല. അപ്പൊ അതെന്താവുന്നു? ഇന്ത്യയിൽപ്പെട്ട സ്ഥലമല്ലേ? ഇന്ത്യ മഹാരാജ്യത്ത് ഇവിടെ മാത്രമേ ഈ ആശ്വാസ നടപടി കൈക്കൊണ്ടിട്ടുള്ളൂ. കോൺഗ്രസിന്റെ വിമർശനം എന്താണ്? കോൺഗ്രസും ലീഗും ഒക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, ഇത് നമ്മുടെ നികുതിക്കാശാണ്. അപ്പൊ ഉമ്മൻചാണ്ടി വഹിക്കുമ്പോൾ നികുതിക്കാശൊന്നുമില്ലേ? ഇത് നികുതിക്കാശല്ല. പിന്നെയോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച സംഭാവനകളാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കാശെടുത്തിട്ടാണ് ഈ കിറ്റ് വിതരണം നടത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എങ്ങനെ പണം വന്നു? നമ്മുടെ നാട്ടിലെ നല്ല മനസ്സുള്ള മനുഷ്യർ, അതിൽ വിവിധ വരുമാനക്കാരുണ്ട്, അവർ നൽകിയ സംഭാവനകളാണ് പ്രധാനമായി. ആ ദുരിതാശ്വാസ നിധിയിലേക്ക് നയാ പൈസ നൽകരുത് എന്ന് ആഹ്വാനം ചെയ്തവരാണ്
ലീഗിന്റെയും കോൺഗ്രസിന്റെയും BJP-യുടെയും നേതാക്കന്മാർ, മുൻ KPCC പ്രസിഡന്റ് വടകര MP പരസ്യമായ ആഹ്വാനമായിരുന്നു. മുസ്ലിം ലീഗിന്റെ നേതാവായ അഴീക്കോട്ടെ പകുതി MLA അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ആഹ്വാനിച്ചു, ആരും നയാ പൈസ കൊടുക്കരുത്. അപ്പൊ കോൺഗ്രസ്സുകാരും ലീഗുകാരും ആരും പൈസ തന്നില്ല. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഒരു മാസത്തെ ശമ്പളത്തിൽ ഒരു 5-6 ദിവസത്തെ ശമ്പളം കടമായിട്ട്, സംഭാവനയായിട്ടല്ല, കടമായിട്ട് പിന്നെ തിരിച്ചു കൊടുക്കും. കടമായിട്ട് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് എടുക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചപ്പോ ആ ഉത്തരവ് കത്തിച്ച് കോടതിയിൽ പോയി തടയാൻ. കോടതി ചെലക്ക് പിടിച്ചപ്പോൾ നേർബുദ്ധി തോന്നി തിരികെ പോയി. അത് വേറെ കാര്യം. അതാണ് ദുരിതാശ്വാസ നിധി. ആ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്താനാണ് DYFIയുടെ ഉശിരന്മാരായ പ്രവർത്തകന്മാർ കേരളത്തിലെ വീട് വീടാന്തരം കയറി പഴയ പത്രക്കടലാസുകൾ, ആക്രി സാധനങ്ങൾ, ഉപയോഗ ശൂന്യമായ വസ്തുക്കൾ ഇതെല്ലാം ശേഖരിച്ച് അതെല്ലാം വിറ്റ് കേരളത്തിലെ വിവിധ കമ്മിറ്റികളിലായി പ്രവർത്തിക്കുന്ന 10,000-കണക്കിന് DYFI പ്രവർത്തകർ കൂലിപ്പണിക്ക് പോയി അതിന് കിട്ടിയ കൂലിയെല്ലാം സ്വരൂപിച്ച് ഒത്തൊരുമിച്ച് വെച്ച് ഇങ്ങനെയെല്ലാം സമാഹരിച്ച പണം 11 കോടി രൂപ, 11 കോടി ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. അപ്പൊ ദുരിതാശ്വാസ നിധിയിൽ പണം വന്നത് ഈ വഴികളിലൂടെയൊക്കെയാണ്. രാഷ്ട്രീയത്തിന് അതീതമായി സംഭാവന ചെയ്തവരുണ്ട്. കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കന്മാർ നമ്മുടെ നാട് വലിയൊരു വെല്ലുവിളിയെ നേരിടുന്ന സമയത്ത് ഒറ്റുകാരുടെ റോളിൽ 1 രൂപ കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോ അത് ചെവിക്കൊള്ളാതെ കോൺഗ്രസായും ലീഗായുമെല്ലാം നിൽക്കുമ്പോൾ തന്നെ നാടൊരു അപകടത്തിൽപ്പെടുന്ന സമയത്ത് ആ നാടിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് സംഭാവന നൽകിയവരുണ്ട്. താഴെക്കൂടൊക്കെ ഒരുപക്ഷെ ഉണ്ടാവും. അങ്ങനെയെല്ലാമുള്ള നല്ല മനുഷ്യരുടെ സംഭാവനകളാണ്. ആ കൂട്ടത്തിൽ DYFI നൽകിയ 11 കോടി അത് തിളക്കം കൂടുതലാണ്. ലോകത്തിന്റെ ചരിത്രത്തിൽ മറ്റൊരു യുവജന സംഘടനയും ഇതുപോലെ ഒരു ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഇത്ര സൃഷ്ടിപരമായി ഇടപെട്ടിട്ടില്ല. ഇതാദ്യത്തെ അനുഭവമാണ്. ഭാവി കേരളത്തിന്റെ ചരിത്രം രചിക്കപ്പെടുമ്പോ കോവിഡ് മഹാവ്യാധി ബാധിച്ച് ഈ നാട് ഇഞ്ചിഞ്ചായി മരിക്കുന്ന സമയത്ത് ഈ കേരളത്തെ താങ്ങി നിർത്താൻ സമാനതകളില്ലാതെ അധ്യധ്വാനം ചെയ്ത് 11 കോടി രൂപ സംഭാവന നൽകിയ മഹാപ്രസ്ഥാനമാണ് DYFI എന്ന ചരിത്രം വിലയിരുത്തും. അപ്പൊ ഓരോ യുവജന പ്രസ്ഥാനങ്ങളും എന്തു ചെയ്തു എന്ന് ആളുകൾ അന്വേഷിക്കുന്നു. യൂത്ത് കോൺഗ്രസ് എന്ത് ചെയ്തു? യൂത്ത് കോൺഗ്രസിന്റെ കയ്യിൽ നിന്നാലും കോടികൾ പ്രതീക്ഷിക്കില്ല. കാരണം യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എത്ര ശേഷിയുണ്ടെന്ന് ജനങ്ങൾക്കറിയാം. DYFI 11 കോടി രൂപ സംഭാവന ചെയ്യുമ്പോ യൂത്ത് കോൺഗ്രസിന് വേണമെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയൊക്കെ കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഒരു 100 രൂപ സംഭാവന ചെയ്യാമായിരുന്നു. അതിനുള്ള ശേഷിയൊക്കെ ഇപ്പോഴും യൂത്ത് കോൺഗ്രസിനുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ ആ 100 രൂപ കൊടുത്തോ? ഒരു 100 രൂപ കൊടുത്തോ? ഈ നാട് ചരിത്രത്തിലില്ലാത്ത വെല്ലുവിളിയെ നേരിടുമ്പോ നമ്മുടെ സഹജാതരായ 10,000-ങ്ങൾ അസുഖബാധിതരായും ഈ അസുഖ അന്തരീക്ഷത്തിൽ ജോലി നഷ്ടപ്പെട്ട്, വരുമാനം നഷ്ടപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ നാടിനെ സഹായിക്കാൻ ഒരു 100 രൂപ കൊടുക്കാൻ തോന്നാത്തവന്റെ മനസാക്ഷി എന്തു ഭീകരമാണ്. ഈ നാടവരെ വിചാരണ ചെയ്യും. അങ്ങനെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല, സഹായിക്കുന്നവരെ മുടക്കാനാണ് അവർ ശ്രമിച്ചത്. ആ യൂത്ത് കോൺഗ്രസിനും യൂത്ത് ലീഗിനും എല്ലാം ഉൾപ്പെടെയാണ് ഈ സൗജന്യ ധാന്യ ഭക്ഷ്യധാന്യ കിറ്റ് കൊടുക്കുന്നത്. നമ്മളൊരിക്കലും അതിനെ മറ്റൊരു തരത്തിൽ ആക്ഷേപിക്കാനോ അപമാനിക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. അത് മലയാളിക്ക് അവകാശപ്പെട്ടതാണ്. മലയാളികളുടെ സ്വന്തം ഗവൺമെന്റ്, കേരളത്തിന്റെ സ്വന്തം ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. പക്ഷെ ആ ഭക്ഷ്യധാന്യ കിറ്റ് വാങ്ങി വീട്ടിനകത്ത് കൊണ്ടുവച്ച് പുറത്തിറങ്ങി ഈ ഗവൺമെന്റിനെ കൊണ്ട് എന്ത് നേട്ടം എന്ന് ചോദ്യം ചോദിക്കുന്നവരോട് നമ്മൾ എന്ത് പറയാനാണ്? അങ്ങനെ ഒരു കൂട്ടരാണ് ഇപ്പൊ ജാഥ നടത്തുന്നത്. ജാഥ നടന്നതാണ് മലപ്പുറം ജില്ലയിലാണല്ലോ. ആ ജാഥയിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുൻപിൽ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അതിന്റെ സംസ്ഥാന നേതാക്കന്മാർ പങ്കെടുക്കുന്ന ഒരു ജാഥ നടക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിക്കുക അവർ ഒരവസരം കിട്ടിയാൽ കേരളത്തെ നടപ്പാക്കുന്ന വികസനത്തെ കുറിച്ചായിരിക്കും പ്രസംഗിക്കുക എന്നാണ്, അല്ലേ? ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. അപ്പൊ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്ന കാര്യങ്ങൾ നടപ്പാക്കും എന്ന് ജനങ്ങളുടെ മുൻപാകെ തങ്ങളുടെ ഒരു അനൗപചാരിക പ്രകടന പത്രിക അനാവരണം ചെയ്യാനായിരിക്കാം
അവർ ശ്രമിക്കുന്നത് എന്നാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഗവൺമെന്റിനെ വിമർശിക്കാം. നമ്മളെ ആർക്കും വിമർശിക്കാം, അതിനൊന്നും അസഹിഷ്ണുതയില്ല. അപ്പോ ഗവൺമെന്റിനെതിരായ വിമർശനങ്ങളോ തങ്ങൾ അധികാരത്തിൽ വന്നാൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പരിഷ്കാരങ്ങളെ കുറിച്ചോ വികസനങ്ങളെ കുറിച്ചോ ഒക്കെ ആയിരിക്കും പ്രസംഗിക്കാന്നാണ് കരുതുന്നത്. എന്നാ പ്രസംഗം കേൾക്കുമ്പോഴല്ലേ, അതല്ല. ഓരോരുത്തരുടെയും അപ്പൂപ്പന്റെ കുലത്തൊഴിൽ എന്താണ് എന്ന് അന്വേഷിക്കുകയാണ് പ്രസംഗം. ഇങ്ങനെയുണ്ട് ഒരു പ്രസംഗം. ഓരോരുത്തരുടെയും പൂർവികന്മാരുടെ കുലത്തൊഴിൽ എന്താണ്? മുഖ്യമന്ത്രിയുടെ അച്ഛൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഓരോ മന്ത്രിയുടെയും അച്ഛൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? അപമാനമാണ് കേരളത്തിന്റെ കോൺഗ്രസ്. കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ജനാധിപത്യത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന ഒരു തിരഞ്ഞെടുപ്പിന്റെ മുൻപിൽ പോലും രാഷ്ട്രീയമോ വികസനമോ ചർച്ച ചെയ്യാനുള്ള രാഷ്ട്രീയ ആരോഗ്യമില്ലാത്തവരായി കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം മാറി. അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധത, ജാതി അധിക്ഷേപം, തൊഴിലധിക്ഷേപം, സ്ത്രീ വിരുദ്ധത, അങ്ങനെയുള്ള എല്ലാ നികൃഷ്ടമായ നിലപാടുകളും വാക്കുകളും അഭിപ്രായങ്ങളുമാണ് ആ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാനാവാത്ത, ആധുനിക കേരളത്തിൽ ഒരിക്കലും കേട്ടുനിൽക്കാനാവാത്ത ജനവിരുദ്ധതയുടെയും നീചമായ ജാതിബോധത്തിന്റെയും കുലമഹിമയുടെയും എല്ലാം നാറിപ്പെടുത്ത വാക്കുകൾ യാതൊരു തടസ്സവുമില്ലാതെ പുറത്തു വരുന്നതായി ഈ ജാഥ മാറുകയാണ്. ഇത് മിക്കവാറും കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ അവസാനത്തെ ജാഥയായിരിക്കാനാണ് സാധ്യത. ഈ തെരഞ്ഞെടുപ്പോടെ ഇപ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ഒരു 147 സീറ്റ് UDF ആകെ കേരളം 140-ൽ 47 സീറ്റ് എന്നാണ് എന്റെ ഓർമ്മ. അതെ, 47 സീറ്റാണ് UDF കിട്ടിയത്. ആ സീറ്റ് ഏതാണ്ട് നേർപകുതിയായി മാറും എന്നതിന്റെ സൂചനയാണ് ഇപ്പോ രാഷ്ട്രീയത്തെ സജീവമായി നിരീക്ഷിക്കുന്നവരൊക്കെ. 2006 തെരഞ്ഞെടുപ്പ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഒരു പ്രത്യേകതയുണ്ട്. 2006 തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. നമ്മുടെ ബഹുമാന്യനായ പാലടി സഖാവൊക്കെ മന്ത്രിയായ മന്ത്രിസഭ രൂപീകരിക്കപ്പെട്ടത് ആ തെരഞ്ഞെടുപ്പിനെ തുടർന്നാണ്. ആ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ റിസൾട്ട് മുസ്ലിം ലീഗിന് കിട്ടിയ MLA-മാരും ഇടതുപക്ഷത്തിന് ലഭിച്ച MLA-മാരും തുല്യമായിരുന്നു. 5-5 രണ്ട് അന്ന് 12 ഇന്നത്തെ പോലെ 16 അസംബ്ലി മണ്ഡലം ആയിട്ടില്ല. അപ്പോ മുസ്ലിം ലീഗിന്റെ വലിയ കോട്ടയാണ് മലപ്പുറം എന്നൊക്കെ പറയുന്ന ഈ മലപ്പുറത്ത് ഒരു 10-14 കൊല്ലം മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒന്ന് ആഞ്ഞു പിടിച്ചപ്പോ ലീഗും നമ്മളും ഒപ്പത്തിനൊപ്പം വന്നു. ഈ ജില്ലയിൽ ഈ വലിയ മുസ്ലിം ലീഗിന്റെ കേരളത്തിലെ ഈ നെടുങ്കോട്ടയിൽ ഒപ്പത്തിനൊപ്പം 2006 ലീഗുമായി നമ്മൾ ഒപ്പത്തിനൊപ്പം എത്തിയെങ്കിൽ ഒരു സംശയത്തിനും വകയില്ല. 2021 തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിനേക്കാൾ കൂടുതൽ സീറ്റ് നേടുന്നതായി ഇടതുപക്ഷം മാറും. അതെന്തുകൊണ്ടാണ് മാറുന്നത്? ഇത് കബഡി നിരത്തി പറയുന്ന പ്രവചനമൊന്നല്ല. എനിക്കങ്ങനെയുള്ള സിദ്ധികളൊന്നുമില്ല, ആർക്കുമില്ല. പിന്നെയോ അതിന് കേരളത്തിലെ ജനങ്ങളുടെ മുൻപാകെയുള്ളത് 5 കൊല്ലത്തെ ഇടതു മുന്നണിയുടെ ഭരണമാണ്. ആ ഭരണത്തിന്റെ ഭാഗമായി ഈ നാട്ടിൽ വന്ന മാറ്റമാണ്. ആ മാറ്റം ഈ മലപ്പുറത്തുമുണ്ട്. കണ്ണു തുറന്നു നോക്കിയാൽ കാണും വിധം നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. അത് ഈ സൗജന്യ ഭക്ഷ്യധാന്യ കിറ്റ് കിട്ടിയത് മാത്രമൊന്നുമല്ല. അതൊക്കെ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ സർക്കാർ ജനങ്ങളോടൊപ്പം നിൽക്കുന്നതിന്റെ ഒരു ഉദാഹരണം, ഒരു സാക്ഷ്യം അത്രയുള്ളൂ. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചു. 60 ലക്ഷത്തിലധികം വരുന്ന നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ ഇപ്പൊ പെൻഷൻ 1500 ആക്കി, ഇപ്പൊ 1600 ആക്കി. നമ്മുടെ സ്കൂളുകൾ മാറി, നമ്മുടെ ആശുപത്രികൾ മാറി, നമ്മുടെ റോഡുകൾ മാറി. ആധുനിക കാലഘട്ടത്തിലേക്ക് നമ്മുടെ കേരളത്തെ
കൈപിടിച്ചാനയിക്കാൻ ഈ സർക്കാരിന് സാധിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ മുൻപാകെ വെച്ച വാഗ്ദാനങ്ങൾ 600 വാഗ്ദാനങ്ങളാണ് ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ അച്ചടിച്ചു വെച്ചത്. അതിൽ 570 പാലിച്ചു. ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനിടയിൽ ബാക്കി 30-ൽ ചിലതുകൂടി പ്രവൃത്തി പദത്തിലെത്തിക്കാൻ കഴിയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വൻകിട പദ്ധതികൾ മുതൽ ഓരോ വ്യക്തിക്കും നേരിട്ട് ലഭിക്കുന്ന ആശ്വാസം വരെ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ പുതിയ അനുഭവമാണ്. ഇപ്പൊ ഗെയിൽ പദ്ധതി, ഞാനത് വിശദീകരിക്കുന്നില്ല. ഗെയിൽ പദ്ധതി കൊണ്ട് എന്താ നേട്ടം എന്ന് ചോദിക്കുന്നവരുണ്ട്. 2 നേട്ടമാണ്. പ്രതിവർഷം 1000-ലധികം കോടി രൂപ നമ്മുടെ സർക്കാരിന് നികുതി വരുമാനം ലഭിക്കും. അത് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം. 2, ഗെയിൽ യാഥാർത്ഥ്യമാകുന്നതിന്റെ അടുത്ത ഘട്ടം സിറ്റി ഗ്യാസ് പദ്ധതിയാണ്. നമ്മുടെ വീടുകളിലെ ഗ്യാസ് സിലിണ്ടർ മോഡിയുടെ വക കഴിഞ്ഞ ദിവസം വീണ്ടും 10-25 രൂപ വില കൂടിയിട്ടുണ്ട്. ഒരു ഗ്യാസ് സിലിണ്ടർ റീഫില്ല് ചെയ്യണമെങ്കിൽ ഇപ്പൊ 10-850 രൂപ വരും. തത്തുല്യമായ അളവിൽ പാചകവാതകം, അപകടരഹിതമായ പാചകവാതകം ഗെയിൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ സിറ്റി ഗ്യാസ് പദ്ധതിയിലൂടെ ചെറിയ പൈപ്പ് ലൈനുകളിൽ നമ്മുടെ വീടുകളിലേക്ക് വരികയാണ്. ഇനി വലിയ സിലിണ്ടറൊന്നും പിടിച്ചു പോണ്ട. ഇനി ഗ്യാസ് തീരുന്ന പ്രശ്നമില്ല. നമ്മുടെ വീടുകളിലേക്ക് ഓരോ അടുക്കളയിലേക്കും ഗ്യാസ്. അതാണ് ഗെയിലിന്റെ ഗ്യാസ്. അതിന് ഇന്ന് 750 രൂപ ഏകദേശം നമ്മൾ മുടക്കുന്നതിന് തത്തുല്യമായ പാചകവാതകം 200 രൂപയും താഴെയായി നമുക്ക് ലഭിക്കും. അതാണ് നേട്ടം. ഈ 2 നേട്ടം ഈ വലിയ പദ്ധതി യാഥാർത്ഥ്യമായതോടെ കേരളത്തിന് അനുഭവവേദ്യമാവുന്നു. K4 ഈ മാസം ഉദ്ഘാടനം ചെയ്യപ്പെടും. K4 ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേരളത്തിലെ 20 ലക്ഷം കുടുംബങ്ങൾക്ക് ഇന്റർനെറ്റ് സൗജന്യം. എന്തിനാണ് ഇന്റർനെറ്റ്? നമ്മുടെ കുട്ടികൾ, സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് ഇനിയുള്ള കാലം പഠിക്കണമെങ്കിൽ ഇന്റർനെറ്റ് സൗകര്യം കൂടിയേ കഴിയൂ. അപ്പൊ പാവപ്പെട്ട കുടുംബങ്ങളിലെ രക്ഷിതാക്കൾ അതിന് പണം കൊടുക്കണ്ട, കാശ് കൊടുക്കണ്ട, സൗജന്യമായി ലഭിക്കും. നമ്മുടെ കുട്ടികൾ സൗജന്യമായി സർക്കാരിന്റെ ഇന്റർനെറ്റ് ഉപയോഗിച്ചിരിക്കും. ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു 3-ാം ലോക രാജ്യത്ത് ഇന്റർനെറ്റ് സൗകര്യം സൗജന്യമായി ലഭിക്കുന്നു ഈ കേരളത്തിൽ. അത് ലീഗിനും കിട്ടും, BJPക്കും കിട്ടും, കോൺഗ്രസിനും കിട്ടും, എല്ലാവർക്കും കിട്ടും. കൊച്ചി ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമായി. അതിന്റെ നേട്ടം എന്താണ്? നേട്ടം ഇപ്പൊ പവർ കട്ടില്ല, ഇപ്പൊ ലോഡ് ഷെഡിംഗ് ഇല്ല, വൈദ്യുതി സുലഭമാണ്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ആദ്യം അരമണിക്കൂർ പവർ കട്ട് ഒരു ദിവസം, പിന്നെ 1 മണിക്കൂർ കട്ട്, വ്യവസായങ്ങൾക്ക് 100% പവർ കട്ട്. ഇതായിരുന്നു കേരളം. ആ കേരളം വൈദ്യുതി വകുപ്പിന്റെ അക്ഷീണ പരിശ്രമത്തിന്റെ ദീർഘദൃഷ്ടിയോടുകൂടിയുള്ള പദ്ധതി നടത്തിപ്പുകളുടെ ഭാഗമായി ഇപ്പോ പവർ കട്ടില്ലാത്ത സംസ്ഥാനമായി കേരളം മാറി. ഇങ്ങനെ ഓരോ മേഖലകളും എടുത്ത് പരിശോധിച്ചു. ഞാൻ എല്ലാറ്റിലേക്കും കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പണ്ട് വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ PK അബ്ദുറബ്ബ് മന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, പരീക്ഷയായിട്ടും കുട്ടികൾക്ക് പുസ്തകം കിട്ടിയില്ല. അപ്പൊ കുട്ടികൾ പാഠപുസ്തകമുള്ള സർക്കാരെ സമരം ആരംഭിച്ചു. സമരം ചെയ്ത കുട്ടികളുടെ കൈയും കാലും ഒക്കെ തല്ലി ഒടിച്ചു. ഇപ്പോ സ്കൂള് തുറക്കുന്നതിന് മുൻപേ പാഠപുസ്തകങ്ങൾ അച്ചടി പൂർത്തിയാക്കി കൊടുക്കുന്നു. എന്ന് മാത്രമല്ല, കുട്ടികൾക്ക് സൗജന്യ യൂണിഫോം കൊടുക്കുന്നു. ലോകത്തിൽ മറ്റെവിടെയെങ്കിലും ഇങ്ങനൊരു പരിപാടി പാഠപുസ്തകം പോലും കൊടുക്കാത്തവരായിരുന്നു UDFന്റെ ഭരണകാലമെങ്കിൽ ഇവിടെ പാഠപുസ്തകം കൊടുക്കുന്നു മാത്രമല്ല യൂണിഫോമും കൊടുക്കുന്നു, സൗജന്യമായി കൊടുക്കുന്നു. ഇതാണ് 2 ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം. ഈ വ്യത്യാസം ജനങ്ങൾ തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവിന് രാഷ്ട്രീയ ഭേദം ഒരു തടസ്സമല്ല. ഇത് തിരിച്ചറിയുന്ന ജനങ്ങളാണ് ഇടതുപക്ഷത്തിന്റെ കരുത്ത്. ആ ജനങ്ങളാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൽ വിശ്വാസമർപ്പിച്ചത്. ആ വിശ്വാസത്തിന് പോർലേൽക്കാതെ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകും. ആ കൂട്ടത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടും. അതിന്റെ ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരുപാട് പേര് അതിനെ വിശേഷിപ്പിച്ചത് സെമി ഫൈനൽ.
ആ തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനൽ എന്ന് വെച്ചാൽ ഫൈനൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ ഫൈനലിന് കളമൊരുങ്ങുമ്പോ സെമി ഫൈനലിൽ തോറ്റവരായിരുന്നു കോൺഗ്രസ് മുന്നണി, ഐക്യജനാധിപത്യ മുന്നണി. എന്നാൽ ഫൈനൽ എത്തുമ്പോഴോ തോൽവിയുടെ മുൻപിൽ ഒരു വിശേഷണം കൂടി ചേർക്കേണ്ടതായി. ദയനീയമായി പരാജയപ്പെട്ടവരായി, ദയനീയമായി തോറ്റവരായി മാറി. ആ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങാൻ ശക്തി സംഭരിക്കാനാണ് ഇപ്പോ ജാഥ നടത്തിയിട്ടുള്ളത്. പരാജയം ഏറ്റുവാങ്ങാനുള്ള ശക്തി സംഭരിക്കാൻ നടത്തുന്ന ജാഥയാണ്. ആ പരാജയം ഏറ്റുവാങ്ങാൻ UDF നേതാക്കന്മാർക്ക് ശക്തി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് കഴിയൂ. ഞാൻ കൂടുതൽ ദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ഒരു മഹത്തായ സമരം ഇപ്പോൾ നടക്കുന്നു. ഒരു പക്ഷേ സമീപകാലം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരമാണ് കൃഷിക്കാരുടെ സമരം. ആ സമരത്തിന്റെ കാര്യകാരണങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. നമ്മുടെ നാട്ടിൽ നിന്നുൾപ്പെടെ ആ സമരത്തിന് ഐക്യദാർഢ്യവുമായി സമരസഖാക്കൾ ഡൽഹിയിൽ പോയിരുന്നു. നമ്മുടെ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന മഹാസമരമാണ് ഡൽഹിയിൽ നടക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള സമരം. നമുക്ക് കൂടി ഉൾപ്പെടെ വേണ്ടി കൃഷി ചെയ്യുന്ന കർഷകരാണ്. പഞ്ചാബിൽ, ഹരിയാനയിൽ, UPയിൽ ഒക്കെ ഉള്ളവരാണ് അവിടെ സമരം നടത്തുന്നത്. ആ സമരം ഇന്ത്യ ഗവൺമെന്റിനെതിരെ വിരൽ ചൂണ്ടുന്നു. ജനവിരുദ്ധരായ, ഇന്ത്യ വിരുദ്ധരായ ഗവൺമെന്റിനെതിരെ ഇന്ത്യയിലെ കൃഷിക്കാർ അന്തിമ സമര രംഗത്ത് അടിയുറച്ചു നിൽക്കുകയാണ്. ശത്രുരാജ്യത്തെ ജനങ്ങളോടും സൈനികരോടും എന്ന പോലെ ഏറ്റവും നിഷ്ഠൂരമായ മർദ്ദന സംവിധാനങ്ങളുമായാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പോലീസും അർദ്ധസൈനിക വിഭാഗങ്ങളുമെല്ലാം ആ സമരത്തെ നേരിടുന്നത്. പക്ഷെ അതിന്റെ മുൻപിൽ ഭയപ്പെട്ടു പോകാതെ, പേടിക്കാതെ, ഏറ്റവും പ്രതികൂലമായ കാലാവസ്ഥയെ അതിജീവിച്ച് ഈ രാജ്യത്തിന്റെ ജീവൻ നിലനിർത്തുന്നതിന് കൃഷി ചെയ്യുന്ന ഒരു വിഭാഗം നമ്മുടെ നാടിന്റെ ഉത്തമ പൗരന്മാർ അവിടെ സമരത്തിലാണ്. ആ സമരത്തോടൊപ്പം ഉള്ള ശക്തിയുമായി നമ്മുടെ പാർട്ടി, നമ്മുടെ സഖാക്കൾ ആ സമര മുന്നണിയിലുണ്ട്. ആ സമരത്തോട് ചേർന്നു നിൽക്കാൻ പലപ്പോഴും കോൺഗ്രസിന് സാധിക്കുന്നില്ല. ഇന്നലെ പുറത്തു വന്ന വാർത്ത 10-15 രാഷ്ട്രീയ പാർട്ടികളുടെ MPമാർ ഒരുമിച്ചൊരു സംഘമായി കർഷകർക്ക് ഐക്യദാർഢ്യം അർപ്പിക്കാൻ സമരമുന്നണിയിലേക്ക് പോകുമ്പോൾ അതിൽ കോൺഗ്രസ് ഒഴികെയുള്ള പാർട്ടികളാണ്. രാജ്യം ആളിപ്പടരുന്ന ഒരു മഹാസമരത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോഴും ആ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാവാതെ, ആ സമരത്തിന്റെ കൂടെ നിൽക്കാനാവാതെ, ആ സമരമുഖത്ത് മഷിയിട്ട് നോക്കിയാലും കാണാത്ത ഭീരുക്കളായി കോൺഗ്രസ് മാറിയ വാർത്തയാണ് ഇന്നലെ പുറത്തു വരുന്നത്. ഈ രാജ്യം നേരിടുന്ന അതീവ ഗുരുതരമായ പ്രതിസന്ധികളുടെ മുൻപിൽ സമരമുഖങ്ങളിൽ, യുദ്ധമുഖങ്ങളിൽ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയാണ് നമുക്ക് കാണാനാവുന്നത്. ഇവിടെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി നമ്മുടെ രാജ്യം ശരിയാവണ്ണം തിരിച്ചറിയുന്നത്. ആ സമരം നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യ വിരുദ്ധരാണ് ഇന്ന് ഇന്ത്യയിലെ ഭരണാധികാരികളെന്ന് നാൾ ചെല്ലുന്തോറും ബോധ്യപ്പെട്ടു വരുന്ന ഒരു ദേശീയ രാഷ്ട്രീയ സാഹചര്യം കൂടി നമ്മുടെ മുൻപിലുണ്ട്. അതും കേരളത്തിൽ സജീവമായി ചർച്ച ചെയ്യേണ്ടതാണ്. ആ സമരമുഖത്ത് കർഷകരോടൊപ്പം അടിയുറച്ചു നിൽക്കുന്ന ഇടതുപക്ഷം കൂടുതൽ കരുത്ത് പകരേണ്ടത്, ആ ഇടതുപക്ഷം കൂടുതൽ ശക്തി പെട്ടുവരേണ്ടത് നമ്മുടെ നാടിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കുമപ്പുറം ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രം നമ്മുടെ രാജ്യത്തെ ഗുരുതരമായ പ്രതിസന്ധികളിൽ പതറിപ്പോകാതെ മുൻപോട്ട് പോകാൻ നമ്മുടെ രാജ്യത്തിന് ഊർജം പകർന്നു നൽകാൻ സാധിക്കും എന്ന് നമ്മുടെ നാട് ശരിയായി തിരിച്ചറിയുന്നുണ്ട്. ഡൽഹിയിൽ അത്തരം മഹത്തായ ഒരു വലിയ സമരം നടക്കുമ്പോൾ ആ സമരമുഖത്തെ ഒരു ചിത്രം കുറച്ചുനാൾ മുമ്പ് നവമാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുകയുണ്ടായി. ആ ചിത്രം SFIയുടെ ദേശീയ നേതാവ്, നമ്മുടെ നാട്ടുകാരനായ സഖാവ് VP സാനു ആ സമരമുഖത്ത് കർഷകർക്ക് ആവേശം പകർന്നവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അവിടെ നിൽക്കുന്നതാണ്. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ പലരും കുറ്റബോധത്തോടെ തലകുനിച്ച് നിന്നത്. പലരും എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും അനുഭാവികളൊക്കെയാണ്. കാരണം എന്താണ്? ഡൽഹിയിൽ ഈ ഫാസിസ്റ്റ് സർക്കാരിനെതിരായി യുദ്ധം ചെയ്യാൻ, അതിനെല്ലാവരെയും ഏകോപിപ്പിക്കാൻ ഇവിടെ നിന്ന് നിയമസഭാംഗത്വം രാജിവെച്ച് ആ യുദ്ധം നയിക്കാൻ പാർലമെന്റിലേക്ക് മത്സരിച്ച് നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ചു പോയ മുസ്ലിം ലീഗിന്റെ നേതാവ്
ആ സമരങ്ങളിൽ എവിടെയെങ്കിലും നമ്മൾ കണ്ടു? നേരിട്ട് ഇന്ത്യൻ കർഷകർ കേന്ദ്ര ഗവൺമെന്റുമായി ഏറ്റുമുട്ടുന്ന ആ സമരമുഖത്ത് ആ സമരം യുദ്ധസമാനമായി വളർന്നു വരുമ്പോൾ പാർലമെന്റ് അംഗത്വം രാജിവെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി അടുത്ത വിമാനം കയറുകയാണ്. ഫാസിസത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പോയ ആളാണ്. ഇനി ഇവിടെ വന്നിട്ട് എന്ത് യുദ്ധമാണ്? മോഡിയെ വേങ്ങനാങ്ങാടിക്ക് വെല്ലുവിളിക്കും. ഇങ്ങോട്ട് വാ, അവിടെ വന്നിട്ട് അങ്ങനെ വെല്ലുവിളിച്ചാൽ മോഡി ഇങ്ങോട്ട് വരുമോ? വേങ്ങരക്ക് വരുമോ? യുദ്ധം ചെയ്യാനാണോ പോയിട്ട് അവിടെ തിരിച്ചിങ്ങോട്ട് പോരുക? ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ലീഗ് മാത്രമേ ഉണ്ടാവൂ. മുസ്ലിം ലീഗിലെ സാധാരണക്കാരായ പ്രവർത്തകരോട് അനുഭാവികളോട് നമ്മുടെ പാർട്ടിക്കോ നമുക്കോ ഒരു വിരോധവുമില്ല. അവരോട് എനിക്കൊരു അഭ്യർത്ഥന മാത്രമേ. വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ളവരും പത്രം വായിക്കുന്നവരും വിവേകമുള്ളവരും ഒക്കെയായ ആളുകളും ഒരു പാരമ്പര്യത്തിന്റെ പേരിൽ ലീഗിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നവരായി നമ്മുടെ നാട്ടിൽ ഉണ്ടാവാം. കാരണം തലമുറകളായി ലീഗായി പോയി എന്നതിന്റെ പേരിൽ എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ സാമാന്യമായ ബോധത്തെ, സാമാന്യമായ ജനാധിപത്യ ധാരണകൾ, പൗരധർമ്മത്തെ, ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വ നിർവഹണത്തെ ഇങ്ങനെ ഒരു കലവറയുമില്ലാതെ വെല്ലുവിളിക്കും വോട്ട് ചെയ്ത വോട്ടർമാരുടെ ശിരസിൽ ചവിട്ടുന്ന നിലപാട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ സ്വീകരിക്കുന്നത് നിങ്ങളോട് ബഹുമാനമില്ലാത്തതിന്റെ പേരിലാണ്. എന്തു നെറികേട് ചെയ്താലും നിങ്ങളുടെ മുൻപിൽ ഞെളിഞ്ഞു നിൽക്കാൻ, നേതൃത്വത്തിന്റെ തിന്മകൾക്കെതിരെ ഒരു വിരലുയർത്താൻ ഉള്ള ചങ്കുറപ്പ് നിങ്ങൾക്കില്ല എന്ന ഉറപ്പിന്റെ മേലാണ്. ആ ഉറപ്പ് ഈ സന്ദർഭത്തിലെങ്കിലും തിരുത്തിയില്ലെങ്കിൽ വിവേകമുള്ള മനുഷ്യർ എന്ന് സ്വയം ആശ്വസിക്കാൻ നിങ്ങൾക്കാവില്ല. മുസ്ലിം ലീഗിനകത്തെ പുതിയ തലമുറ നിങ്ങൾ നാളെ ഇടതുപക്ഷത്തേക്ക് വരണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയെങ്കിലും ശരിയായ ദിശയിൽ നയിക്കണമെങ്കിൽ ഒരു തിരുത്തൽ ശക്തിയാകാൻ കഴിയണ്ടേ? നിങ്ങൾ ഞങ്ങളോടൊപ്പം വരണമെന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ എല്ലാവരും ഇന്ന് വരാമെന്ന് പറയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ബോധ്യമനുസരിച്ച് നിന്നാൽ മതി. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാഥമികമായ ജനാധിപത്യ ധാരണകളെയും സാമാന്യ ബോധത്തെയും പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്നൊരു നേതാവ് അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പമുള്ള കുറച്ച് നേതാക്കന്മാർ വെല്ലുവിളിക്കുന്നു. വോട്ട് ചെയ്ത ജനങ്ങളെ പുല്ലുവില കൽപ്പിക്കാതിരിക്കുന്നു. അതിനെതിരെ ഒരക്ഷരം കൊണ്ടെങ്കിലും പ്രതികരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ വിവേകശക്തി നഷ്ടപ്പെട്ട അടിമകളുടെ ഒരു കൂട്ടമാണ് ലീഗ് എന്ന് ചരിത്രം വിധിയെഴുതും, വിലയിരുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് കേൾക്കണ്ട ചോദിച്ചാൽ ഞങ്ങൾക്കൊന്നുമില്ല. പക്ഷേ ചരിത്രത്തിൽ ഭാവി ചരിത്രകാരന്മാർ വിലയിരുത്തും. കേരളത്തിൽ എല്ലായിടത്തും ഇല്ലായിരുന്നെങ്കിലും മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു എന്ന് വിലയിരുത്തേണ്ട സാഹചര്യം വരും എന്ന് മാത്രം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് C.H. ആഷിഖ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വേദിയിലുണ്ട്. അവരെല്ലാം സംസാരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ സഭയുടെ സ്കൂൾ യൂണിറ്റ് സെക്രട്ടറി ആവുമ്പോൾ സഭയുടെ സംസ്ഥാന നേതാവായിരുന്ന സഖാവാണ് സഖാവ് C.H. ആഷിഖ്. അപ്പൊ അദ്ദേഹം ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ വേദിയിലുണ്ട്. അവർ സംസാരിക്കും. ഞാൻ എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. എനിക്ക് അലനല്ലൂരിൽ ഒരു യോഗത്തിൽ കൂടി പോകേണ്ടതുണ്ട്. എല്ലാവർക്കും എന്റെ അഭിവാദം.